നമസ്കാരം, ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് വെച്ച് നല്ല അടിപൊളി ഒരു റോസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 7-8 ബ്രെഡ് ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന അടിപൊളി ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്ന് കത്തിച്ചേക്കാം. ഒരു ചട്ടിയാണ് വെക്കണം. നമുക്ക് ആദ്യം ഈ ബ്രെഡ് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ബ്രെഡ് നമ്മൾ നല്ലപോലെ ഒന്ന് എണ്ണയ്ക്കകത്തിൽ വറുത്തെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചട്ടി ചൂടാകും. നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയാണ് ഇത് വറക്കാൻ, ബ്രെഡ് വറക്കാൻ വേണ്ടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് ഇതിലിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ഗോൾഡൻ ബ്രൗൺ കളർ വരെയുള്ള ഫ്രൈ ആക്കിയെടുക്കണം. പെട്ടെന്നാവും. ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് ഇത് കോരിയെടുക്കാം. ഇത്രയും കരിഞ്ഞു പോകരുത്. ബ്രെഡെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിനി ഇതിൻ്റെ റോസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ രീതിയിൽ നമ്മളിതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം. മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ടുള്ള ചെറിയ സവാള സ്ലൈസ് ചെയ്തത്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒത്തിരി ഒന്ന് ഫ്രൈ ആവാൻ ചെറുതായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഉപ്പുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് സ്ലൈസ് ചെയ്തത് നമ്മളിത് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1.5 സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ശരിയായിട്ട് നല്ലപോലെ നമുക്ക് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ശകലം വെള്ളം, ഒരുപാട് വേണ്ട, 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച് ആ വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നല്ലപോലെ മിക്സാക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി,
ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കൊരു ശകലം ടൊമാറ്റോ സോസ്, ഒരു 1/2 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ഈ സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലേശം ഉപ്പ് കുറവുണ്ട്, ശകലം ഉപ്പ്, സ്വല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് വിടാം. ഇനി 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. സംഭവം റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോസ്റ്റ് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീയൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ലൊരു പെട്ടെന്ന് ചെയ്യാവുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ബ്രെഡ് റോസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എരിവേ ഇട്ടിട്ടുള്ളൂ. അപ്പം എരിവ് കൂടുതൽ വേണ്ടവർ കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ചേർക്കുക. ഇത് എരിവും മധുരവും എല്ലാം ഉണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അതുപോലെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും